Yo, yo. Come on everybody. Come on. Come on everybody. Vara 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 tala vara. 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 മായ്ച്ചാലും മായാതൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര മായ്ച്ചാലും മായാതൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര 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 തല വര. 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 മഴയിൽ കുളിച്ചാലും കടലിൽ കുളിച്ചാലും വെയിൽ കൊണ്ടാലും മുട്ടയടിച്ചാലും മഴയിൽ കുളിച്ചാലും കടലിൽ കുളിച്ചാലും വെയിൽ കൊണ്ടാലും മുട്ടയടിച്ചാലും മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര. വര 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 തല വര. വര 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 തല വര. വര 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 തല വര. വര 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 തല വര. മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര. അസ്സലാമലൈക്കും. എടാ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടാ. ഈ മാസം മെസ്സിന് ഇച്ചിരി ക്യാഷ് കൂടും. കഴിഞ്ഞ മാസം റൂമിന്റെ വാടക കൂടി. ഈ മാസം മെസ്സിന്റെ കൂടാൻ പോകുന്നു. തിരിച്ചറിയൽ കാർഡ്, ഇൻഷുറൻസ് കാർഡ്, ഇവിടെ കിട്ടുന്ന ശമ്പളം മൊത്തം ഇവിടെ തന്നെ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. അതെ, ഇനിയുള്ള കാലം ഗൾഫ് ജീവിതം കൊണ്ട് ഒരു മെച്ചുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പ്രവാസികളായ നമ്മുടെ നല്ല സമയങ്ങളെല്ലാം ഇവിടെ നേരെയ്ക്കാനുള്ളതാണ്. അവസാനം ജീവിതം ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാവില്ല, ജീവിതം കട്ടപ്പുകയാണ് കേട്ടോ. ആ അത് ശരിയാ. ആ വിഷയം അവിടെ നിൽക്കട്ടെ. എനിക്ക് നാളെ മുതൽ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ വരുന്നവർ ഷാജിയുടെ കൂടെ മാർക്കറ്റിൽ പോകണം. എനിക്ക് ഈ ആഴ്ച സോഷ്യൽ സെന്ററിൽ ക്യാരംസ് ടൂർണമെന്റ് ഉണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഓ, നീയും നിന്റെ ഒരു ക്യാരംസും. നിന്നെ പ്രസവിച്ചത് ക്യാരം ബോർഡിലേക്കല്ലേ? ദേ അവനെ കമ്പ്യൂട്ടറിലേക്കും. ദേ മറ്റൊരുത്തൻ അവനെ പ്രസവിച്ചത് സീരിയൽ കാണുമ്പോഴാത്രേ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അപ്പോ ഷാജിനെ പ്രസവിച്ചത് അടുക്കളയിലായിരിക്കല്ലേ? ഞാൻ എന്റെ ഐഡിയാസ് എന്ത് നല്ലതായാലും പൊട്ടത്തരമായാലും സ്വന്തം കയ്യിലെ പൈസ എടുത്തിട്ടാ ചെയ്ത്, അല്ലാണ്ട് ബാക്കിയുള്ളവരെ കുത്തുവാളെ എടുപ്പിച്ചിട്ടല്ല ഞാൻ ചെയ്ത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. മാത്രമല്ല മലയാള സിനിമയിൽ ഒരു സുഖം, ഒരു പ്രതിസന്ധി ഇവിടെ ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വന്നല്ലോ വനമാല. കുഞ്ഞാക്കാ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്തില്ലാതായിരിക്കുന്നു. എന്ത് കറി ഉണ്ടാക്കി വെച്ചിട്ടാ നിങ്ങൾ ഇവിടുന്ന് പോണത്? മനുഷ്യന്മാർക്ക് വായി കൊടുക്കാൻ പറ്റാത്ത ഒരു കറി, ഒരു കലക്ക് വെള്ളം, ഇതാണോ കറി? അതെ മെസ് മാനേജരെ, മുകളിലത്തെ ഫ്ലാറ്റില് 10 പേർക്ക് മെസ് ഉണ്ടാക്കണതേ 600 ദിർഹംസിനാണ്. താഴത്തെ ഫ്ലാറ്റിലെ 14 പേർക്ക് മെസ് ഉണ്ടാക്കണത് 800 ദിർഹംസിനാണ്. ഇവിടെ 10 പേർക്ക് 16 പേരെ ഭക്ഷണം ഉണ്ടാക്കണം. 500 ഉലുവല്ലേ തരണേ? അപ്പൊ കുറച്ച് രുചിയൊക്കെ കുറയും. ഞാനായിട്ട് അവിടെ നിൽക്കണത്. എന്റെ ഗതികേടോണ്ടാ. കുട്ടികളെ പട്ടിണിക്കിടാൻ പറ്റുമോ? 500 ഉലുവയും വലിയ വർത്താനം. അസ്സലാമലൈക്കും. എന്തായി മുത്തു പോയ കാര്യം? കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. മറ്റന്നാ മുടി ഫിക്സ് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സത്താറേ, എന്താ മുത്തുവിന്റെ പ്രശ്നം?
എടാ മുത്തു ആകെ പ്രശ്നത്തിലാണ്. അവൻ്റെ മുടി ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു 3000 ദിർഹംസിൻ്റെ കുറവുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ ഷാജി, നിനക്ക് സഹായിക്കാൻ പറ്റുമോ അവനെ? ആ 3000 ദിർഹംസ് അല്ലേ, അത് നമുക്ക് ശരിയാക്കാം. പക്ഷേ മുത്തു പാർട്ടി നടത്തേണ്ടി വരും കേട്ടാ. ഇൻഷാ അല്ലാ, ഈ വരുന്ന വ്യാഴാഴ്ച നമുക്കൊരു അടിപൊളി പാർട്ടി നടത്താം. നിങ്ങൾക്ക് കഷണ്ടിയുണ്ടോ? ഏതെങ്കിലും ഈ മുടി പ്ലാന്റേഷൻ എന്നത് എന്റെ ജീവിതാഭിലാഷമാണ്. കാരണം 2 തവണ ഞാൻ നാട്ടിൽ പോയിട്ട് ഈ കഷണ്ടി കാരണമാണ് എനിക്ക് പെണ്ണ് കിട്ടാതെ പോയത്. സാധാരണ ഒരു വിഗ് വെച്ചാ അതിലൊരു കാര്യമല്ല. പ്ലാന്റേഷൻ ആവുമ്പോ കാലകാലം ആവുമല്ലോ. Bring back the happiness in your life. Gulf Gate Hair Fixing. Look natural. Feel natural. നമ്മുടെ പ്രിയപ്പെട്ട മുത്തുവിൻ്റെ ജീവിതാഭിലാഷമായ മുടി നടൽ കഴിഞ്ഞതിൻ്റെ പാർട്ടി ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഹലോ, ആരുടെ? സലീമ? ആ ഓക്കെ, നീ ഇങ്ങോട്ട് വായോ. എടാ ഭക്ഷണം കഴിക്കടാ. ഓക്കെ നീ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. അതെ, നമ്മുടെ സലീമാണ്. അവൻ പാർക്കിംഗ് കിട്ടാതെ താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം, നിങ്ങൾ കഴിച്ചോളേ. 1.5 മണിക്കൂറായാലും പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ല. എവിടെ പോയി കിടക്കണവൻ? ഹലോ, സലീമല്ലേ? അവിടെ എത്തിയിട്ടില്ല. ഇനി എവിടെ തരയാന്? നമുക്ക് അവന്റെ ജ്യേഷ്ഠനെ വിളിച്ചൊന്ന് വിവരം പറയാം. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവൻ എന്താ സംഭവിച്ചത്? ഹലോ, എടാ മുത്തു, എവിടെയാടാ നീ? അവനെന്താ പറഞ്ഞേ? അവനെ CID പൊക്കിയിരിക്കാണ്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താ വിശേഷങ്ങളൊക്കെ? സുഖമായി പോകുന്നടാ. എന്തായി നമ്മുടെ മുത്തുവിന്റെ പ്രശ്നം? ഇന്ന് അവന്റെ കോടതി വിധി വന്നു. 3000 ദിർഹംസ് ഫൈനും 1 മാസം തടവും. സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? അന്ന് അവന്റെ മുടി നട്ടതിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു റൂമിൽ വെച്ചിട്ട്. അതിനിടയിൽ താഴെ അവന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അവന്റെ കയ്യിൽ ലേബർ കാർഡ് ഉണ്ടായിരുന്നില്ല, പിന്നെ 2 വീശിയിരുന്നേ. അങ്ങനെ പൊക്കിയതാ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. അല്ലാ മുത്തു, നീ എപ്പോഴാ ഇറങ്ങിയത്? രാവിലെ ഇറങ്ങി. ഇതുവരെ ജ്യേഷ്ഠന്റെ റൂമിലായിരുന്നു. എനിക്കറിയാവുന്ന അറബിയിലൊക്കെ ഞാൻ അവരോട് പറഞ്ഞു നോക്കി. ഇത് 15,000 ദിർഹംസ് കൊടുത്ത് പിടിപ്പിച്ച മുടിയാണെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ,
എന്റെ തലവര. പടച്ചോന്റെ പരീക്ഷണത്തിൻ വര മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര മഴയിൽ കുളിച്ചാലും കടലിൽ കുളിച്ചാലും വെയിൽ കൊണ്ടാലും മുട്ടയടിച്ചാലും മഴയിൽ കുളിച്ചാലും കടലിൽ കുളിച്ചാലും വെയിൽ കൊണ്ടാലും മുട്ടയടിച്ചാലും മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര മായ്ച്ചാലും മായാത്തൊരു വര പടച്ചോന്റെ പരീക്ഷണത്തിൻ വര തലവര